കൈ ഇളകുന്നു സ്വാമി, കൈ ഇളകുന്നു. വിടണ്ടായിരുന്നെന്ന് തോന്നിയോ? എനിക്ക് ശരിക്കും തോന്നി. ഒരു ദിവസം 200 പേരുടെ ഫലം പറയും തിരുവനന്തപുരത്ത്. ഇഷ്ടം പോലെ ഇവരെ ജനങ്ങളെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇവര് പ്രവാചകന്മാരെ എവിടായിരുന്നു ഇവരൊക്കെ പ്രവാചകന്മാര്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ തോന്നിയത് ആ മാന്ത്രികനാണ്, ആ സാമ്രാജ്യം എന്ന് പറഞ്ഞു. പുള്ളി പറയുന്ന എല്ലാം അബദ്ധമാണ്. പുള്ളി ആ വേദിയിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ല കൊണ്ടിരിക്കുക. അത് ആ സംഘാടകർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പിഴവാണ്. ഇത്തരമുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത്, വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് അത് അന്ധവിശ്വാസമോ വിശ്വാസമാണെങ്കിലും അത് ഇന്ന കാരണങ്ങൾ കൊണ്ടെന്നുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത് വിട്ടിട്ട് ഇത് വ്യക്തിപരമായ ആൾക്കാരെ തേജോവധം ചെയ്യുന്ന ഒരു പുരാണ ഇതിഹാസങ്ങളെ കുറിച്ച് ബന്ധമില്ലാത്ത, ഇല്ലെങ്കിൽ എന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എൻ്റെ മുമ്പ് വന്നിരിക്കുമ്പോൾ ഞാൻ ഇവരുടെയൊക്കെ ഫലങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? 2-3 മിനിറ്റ് കൊണ്ട് ആ ഒരു അസ്ത്രത്തിനെ പൂമാലയാക്കി അങ്ങോട്ടേക്ക് തിരിച്ച് ഇടാനായിട്ട് കഴിവുള്ള ആളാണ്, പക്ഷെ എന്തുകൊണ്ട് മൗനം പാലിച്ചു? ഞാൻ പൂമാല ഇടാൻ യോഗ്യതയുള്ള അപ്പുറത്ത് വേണ്ടി. പോപ്പിൻസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഇന്റർവ്യൂ ആട്ടോ ഞാൻ എടുക്കാൻ പോണേ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള അനന്തഭദ്രത്തിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ സുനിൽ പരമേശ്വരൻ സാറും സാറിന്റെ പത്നിയായിട്ടുള്ള കല ടീച്ചറുമാണ്. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഹാപ്പി ആയിട്ട് പോകുന്നു. ഇതിന്റെ ഇടയിൽ കുറച്ച് വിഷമിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ കല ടീച്ചറിന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ആ ഒരു ഇത് നമ്മൾ അറിയുന്ന, എനിക്കും അനുഭവം ഉള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയുന്ന ഒരു സുനിൽ സ്വാമിനെ ഒരു വേറൊരു രീതിയിൽ ആളുകൾ ചിത്രീകരിച്ചപ്പോ ഭാര്യ എന്ന നിലയിൽ എന്തോരം വിഷമം ഉണ്ടായിരുന്നു? വിഷമം തോന്നിയില്ല, കാരണം ഐ നോ എനിക്ക് എന്താണ് ഇദ്ദേഹം എന്ന് അറിയും. അതുകൊണ്ട് വിഷമം തോന്നിയില്ല. എനിക്ക് അവരെക്കുറിച്ച് ഓർത്ത് കഷ്ടം തോന്നി. നമ്മൾ വലിയൊരു കടലിൽ ഒരു ഇച്ചിരി വെള്ളം കോരി എടുത്തിട്ട് ഇതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരടുത്ത് നമുക്ക് ഒരു സത്യവും പറയാൻ പറ്റില്ല. അതുപോലെയാണ് എനിക്ക് തോന്നിയത് അവരുടെ ആ ട്രോളിയവരുടെ എല്ലാ കാര്യം ഓർത്തിട്ട്. കാരണം നമ്മൾ വിശ്വസിക്കുന്നതിനപ്പുറം ഒരു സത്യമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾക്കറിയുന്നത് മാത്രം അല്ലല്ലോ സത്യമായിട്ടുള്ളത്. നമുക്കറിയാത്തതും കുറേ നിഗൂഢതകളുണ്ട്. ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാനിത് അംഗീകരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയും കുറേ സത്യങ്ങളുണ്ട്. ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ്. അത് മൊത്തമൊന്നും എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റില്ല. അറിയുന്നവർ അത് അറിഞ്ഞു എന്ന് ഭാവിക്കില്ല, അറിയാത്തവർക്ക് അത് പരിഹാസമായിട്ട് തോന്നും. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ. അത് ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം, അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഫലമുള്ള മരത്തിൽ എറിയുള്ളൂ. അപ്പോൾ ആ ഏറ് കൊണ്ടാലും ഫലം വീഴുന്നല്ല, അത് കറക്റ്റായിട്ട് എറിയുന്നിടത്ത് മാത്രമേ ആ ഫലം വീഴുള്ളൂ. ഇല്ലേ? ഒരു മാവിൽ കുറേ ഫലങ്ങളുണ്ട്. ഉന്നമില്ലാത്തവൻ എറിഞ്ഞാൽ അത് വീഴുള്ളൂ താഴെ. അത് ഉന്നമില്ലാത്ത എറിയുന്നവരുടെ ഒരു കൂട്ടാര വരുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം എത്ര എറിഞ്ഞാലും ആ മാവിൽ അത് കൊള്ളില്ല, ആ മാങ്ങയിൽ അത് കൊള്ളില്ല, ഫലത്തിൽ കൊള്ളില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ളത് അതെന്നെ സ്പർശിച്ചിട്ടുള്ള കാര്യമേ അല്ല. പിന്നെ ഈ പരിഹാസം എന്ന് പറയുന്ന ഇത്തരം ഒരു സാന്നിധ്യങ്ങളും ആയിട്ടൊക്കെ നമ്മൾ നിലനിൽക്കുമ്പോൾ, ജീവിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നെഗറ്റീവ് എനർജികളുടെ ഏറുകൾ വരും. ആ ഏറിനെയൊക്കെ നമ്മൾ അസ്ത്രങ്ങളെ പൂമാലകളായിട്ട് സ്വീകരിക്കുമ്പോഴേ നമുക്ക് ഊർജ്ജം ഉണ്ടാവുള്ളൂ. അതിൽ വേദനിക്കേണ്ട ആവശ്യമില്ല. അത് അസ്ത്രങ്ങളാണ്. അത് പൂമാല എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത് പൂമാലയായിട്ട് എൻ്റെ കഴുത്തിൽ വീഴും. പിന്നെ ഞാൻ എന്തിനാണ് വേദനിക്കുന്നത്? ഈ 2-3 മിനിറ്റ് കൊണ്ട് ആ ഒരു അസ്ത്രത്തിനെ പൂമാലയാക്കി അങ്ങോട്ടേക്ക് തിരിച്ച് ഇടാനായിട്ട് കഴിവുള്ള ആളാണ്, പക്ഷെ എന്തുകൊണ്ട് മൗനം പാലിച്ചു? അതിൻ്റെ ആവശ്യം ഞാൻ പൂമാല ഇടാൻ യോഗ്യതയുള്ള അപ്പുറത്ത് വേണ്ടി. എന്നെ നേരിൽ വന്ന അസ്ത്രം, ആ അസ്ത്രം പൂമാലയാക്കി അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് ധരിപ്പിക്കണമെങ്കിൽ ആ പൂമാല ധരിക്കാനുള്ള, ആ സുഗന്ധമുള്ള പൂ ധരിക്കാനുള്ള യോഗ്യത ആ പറയുന്ന അസ്ത്രം അയച്ച ആൾക്ക് വേണം. അതില്ല. പോണ്ടായിരുന്നെന്ന് തോന്നിയോ? വിടണ്ടായിരുന്നെന്ന് തോന്നിയോ? എനിക്ക് ശരിക്കും തോന്നി. കാരണം കുറേ കൊട്ടിയടിച്ച വാതിലുമായിട്ടിരിക്കുന്ന കുറേ പേരുടെ മുമ്പിൽ എത്രയൊക്കെ പറഞ്ഞാലും, പിന്നെ എനിക്കൊന്ന് തോന്നി ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇദ്ദേഹം വളരെ സൈലൻ്റ് ആയിരുന്നു. വളരെ ആവശ്യത്തിന് മാത്രമേ എവിടേക്കോ കുറച്ച് പറഞ്ഞു. കാരണം അർഹിക്കുന്ന സദസ്സല്ലായിരുന്നു. അവിടെ നിശബ്ദനായി ഇരിക്കുക എന്നത് തന്നെയാണ് ഏതൊരു ബുദ്ധിമാനും ചെയ്യുന്നത്. ആ നിശബ്ദതയാണ് എന്നെ കൊണ്ടത് കാണിപ്പിച്ചേ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ തന്നെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെ കാണുന്നു, ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് പറയാനുള്ള അവസരങ്ങൾ തരുന്നില്ല അല്ലേ? അത് നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ
അവിടെയുള്ള ഈ ബഹളം, ആ ബഹളമാണ് അവിടുത്തെ ഏറ്റവും ഇത്തരം ഷോകളിലുള്ളത് ഏറ്റത്. ആ 1 മണിക്കൂറിനകത്ത് ഒരുപാട് കാര്യങ്ങൾ തർക്കിച്ച് കളയും. യഥാർത്ഥത്തിൽ ഫലം കാണുന്നില്ല എന്നുള്ളത് ഒന്നിനും. അങ്ങനെ ഒരു വിഷയം. ഇതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് കളയേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലേക്ക് എടുക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. കാരണം ഇത് എനിക്ക് കഷ്ടമാണ് തോന്നുന്നത്. ഇവരിങ്ങനെയാണല്ലോ ഇതിനെ കണ്ടത്. ഞാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളല്ല, അത്ഭുതങ്ങൾ പറയുന്ന ആളുമല്ല. എനിക്ക് എന്നെക്കുറിച്ച് ആകെ ഒരു അത്ഭുതമുള്ളത്, ഒരു പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ച് ബന്ധമില്ലാത്ത, ഇല്ലെങ്കിൽ എന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എൻ്റെ മുമ്പ് വന്നിരിക്കുമ്പം ഞാൻ ഇവരുടെയൊക്കെ ഫലങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, ഇത് മാത്രം എന്നെ സ്വയം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോഴും എനിക്കറിയില്ല. എൻ്റെ എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അറിയില്ല, ഞാൻ ഈ ഫലം പറയുന്ന കാര്യത്തിലാണെങ്കിലും എനിക്കല്ല. എനിക്ക് ജ്യോതിഷം അറിയില്ല, ഗ്രഹങ്ങളെക്കുറിച്ചല്ല, തന്ത്രമാന്ത്രിക ശക്തികളെക്കുറിച്ച് അതിനൊക്കെ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതൊന്നും ഞാൻ ചെയ്യുന്നൊന്നും ഇന്ന് വരെ ഒരു പുസ്തകത്തിലും ഉള്ളതല്ല. ആണോ ടീച്ചറെ? ഒരു തന്ത്രശാസ്ത്രത്തിൻ്റെ പുസ്തകങ്ങളിലുള്ള ഒരു തന്ത്രങ്ങളും ഞാൻ പറയാറില്ല. പ്രത്യങ്കര മന്ത്രം പോലും എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുക, ഇതാണ് മന്ത്രം, ഇത് ചൊല്ലിക്കോളാൻ. ആ മന്ത്രം പഠിക്കുന്നവർ ആ മന്ത്രം ഒരു പുസ്തകങ്ങളിലും ഒരു തന്ത്രശാസ്ത്രത്തിലും ഒരു താളിയോലക്കെട്ടിലും കാണൂല. കുറച്ചൊക്കെ ഉപനിഷത്തിൻ്റെ പുറകെ നടന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ നന്നായിട്ട് വായിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ പുരാണങ്ങളും ഉപനിഷത്തുകളൊക്കെ വായിക്കാനും അറിയാനും ഒക്കെ ഒരു അന്വേഷണ ത്വരയുള്ള ഒരാളാണ്. എൻ്റെ മനസ്സ് അങ്ങനത്തെയാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് വെച്ച കുറേ അറിവുകളുണ്ട്. ഇതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ചിലതൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്, ഈ വാസ്തുപരമായിട്ടും ജ്യോതിഷം അങ്ങനെയൊക്കെ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ തന്നെയാണ്. എനിക്കെപ്പോഴും ഞാൻ അത്ഭുതത്തോടെ കാണുന്നത് ആ ഒരു കഴിവിനെയാണ്. കാരണം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയും രഹസ്യമായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇദ്ദേഹം എങ്ങനെ ഇത് പറയണു. ഞാൻ എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്, സ്വാമീൻ്റെ മനസ്സിൻ്റെ പുറകെ. പക്ഷെ ഇതുവരെയും അത് പിടി തന്നിട്ടില്ല. അപ്പം എൻ്റെ ചില ആൾക്കാരിങ്ങനെ പറയുമല്ലോ, ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരിങ്ങനെ വരുമല്ലോ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇദ്ദേഹം ഒരു ബുക്ക് ഇങ്ങനെ റെഫർ ചെയ്യാറില്ല, പുസ്തകങ്ങളൊന്നും റെഫർ ചെയ്യാറില്ല. പക്ഷെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കാത്തൂർ ആശ്രമം ആക്രമിക്കപ്പെടുമ്പോൾ ഞാൻ ടീച്ചറിനോട് പറയാണ്, എൻ്റെ ആശ്രമത്തിൽ എന്തോ സംഭവിക്കുകയാണ് ടീച്ചറെ, നമുക്ക് അവിടം വരെ പോയിട്ട് വരാം. അന്ന് രാത്രിയാണ് അവന്മാർ അവിടെ കയറിയത്. പിറ്റേ ദിവസം ഞാൻ ടീച്ചറിനോട് പറയാനല്ലേ, അപ്പോൾ ടീച്ചർ അവിടെ ആരും കയറില്ല സ്വാമി. ഇല്ല ടീച്ചർ, എൻ്റെ ആശ്രമത്തിൽ എന്തോ സംഭവിക്കാൻ പോവാണ്. അതെന്റെ വിശ്വാസമായിരുന്നു. എൻ്റെ ആശ്രമത്തിൽ അതെങ്ങനെ പറയണു? എൻ്റെ ആശ്രമത്തിൽ എന്തോ സംഭവിക്കാൻ പോകണോ, എനിക്കെന്തോ ഉണ്ടാവാൻ പോകണോ, എനിക്ക് ഭയങ്കര വിഷയങ്ങളുണ്ട്. ആ ജനങ്ങൾ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും, പക്ഷെ ആരോ നമ്മളെ ചതിക്കുന്നു. എന്നിട്ട് ഈ ചതിച്ചവനെ കുറിച്ച് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞാണ്, ഇയാൾ നമ്മളെ ചതിക്കും, ഇവനെ പറഞ്ഞു വിട്ടോളൂ, ആ മരിച്ച ആള്. അതെങ്ങനെ പറയുന്നു? ടീച്ചറെ പറയാം, അയ്യോ അയാൾ പാവം നിൽക്കട്ടെ ടീച്ചർ, ഇവൻ ചതിക്കും, ഇവനെ ഇനി നമ്മുടെ കൂടെ നിർത്തരുത്. കാരണം എൻ്റെ ദേവി, എൻ്റെ ഉപാസനാമൂർത്തി എന്നോട് പറയുന്നത് ഇവനെ കാണണ്ട, വേണ്ട എന്നാണ്. അയാൾ ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ പോലും നമുക്ക് മുൻകൂട്ടി ധരിക്കാൻ പല കാര്യങ്ങളും, മുൻകൂട്ടി ഇതിങ്ങനെ സംഭവിക്കാൻ പോകണം, ഇതിങ്ങനെ സംഭവിക്കാൻ അറിയുന്ന അങ്ങനെ ഒരു ബ്രെയിൻ എനിക്ക് ഈശ്വരൻ തന്നതാണ്. അവൻ ഈശ്വരനോട് മാത്രമേ നന്ദിയും കടപ്പാടുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നിരിക്കുന്ന ഒരു കാര്യം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയും. ചിലവൊക്കെ ആവും, ഞാൻ പരിഹാരം ചെയ്താൽ നല്ല കോസ്റ്റാണ്, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, നിങ്ങളെല്ലാം മാറ്റി വന്നിട്ട് അത് ചെയ്തേ പറ്റുള്ളൂ. ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പരിഹാരം ഉണ്ടാവും. അല്ലേ ടീച്ചറെ? ടീച്ചറിൻ്റെ വീട് വലിയ പഴക്കമുള്ളതാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇത് പൊളിക്കാൻ തീരുമാനിച്ച വീട്, പട്ടത്തെ വീട് പൊളിക്കാൻ. ഞാൻ രാവിലെ പൊളിക്കാൻ ആളിനെയൊക്കെ ഏർപ്പാട് ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കൂടെ ഒരു വിളക്കിങ്ങനെ പോകുന്നു, ഒരു വിളക്ക്. ഞാൻ പൊളിച്ചില്ല. ഞാൻ ടീച്ചറെ ചോദിച്ചു, ടീച്ചറെ അവിടെ ഒരു കാവുണ്ടായിരുന്നു? സർപ്പക്കാവായിരുന്നു. ചോദിച്ചു, അവിടെ ആരെങ്കിലും വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടോ? ബാക്കി ടീച്ചർ പറയും, ഒന്ന് പറഞ്ഞേ. ആൾത്തറയായിരുന്നു, വലിയ ആൾത്തറ ഉണ്ടായിരുന്ന സ്ഥലമാണ്. കുടുംബത്തിലെ കാര്യമൊന്നും മാത്രമല്ല, അവിടെ വലിയ ആൾത്തറയാണ് ഉണ്ടായിരുന്നത്. ആ ആൾത്തറയിൽ സ്വാമി പലപ്പോഴും ഇനി കാണുന്ന കാര്യം പറയും. ഒരിക്കൽ രാത്രി എവിടെയോ പോയിട്ട് വന്നപ്പോഴത്തേന് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, നോക്കൂന്ന് പറഞ്ഞു. അപ്പം ഞാനോടത്ത് ആരോ ഈ സെക്കൻഡ് ഷോയൊക്കെ കണ്ടിട്ട് ആൾക്കാർ വരുന്ന, ഞാൻ പറഞ്ഞു മോഹൻ അവിടെ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞു, മോഹൻ ആരാന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഒരു കസിനുണ്ട്, പുള്ളി തൂങ്ങി മരിച്ചതാ 18 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ആ ആളിനെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ എപ്പോഴും വരാറുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അദ്ദേഹത്തിനെ കണ്ടായിട്ട് പറഞ്ഞു. ഈ പറയുന്ന രൂപം വെച്ചിട്ടാണോ ഇത് അദ്ദേഹം ആണല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എൻ്റെ കുടുംബത്തിലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മരണം, ചേട്ടത്തിയുടെ മരണം ഒക്കെ ആ പറഞ്ഞ സമയം അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്, ഞാൻ പറയാൻ സമ്മതിക്കാറില്ല. ഈ കാവിരുന്ന സ്ഥലത്ത് വയറ് പൊട്ടി 3 പേര് മരിച്ചു.
ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട വയറിന് രോഗം വന്ന് വയറ് പൊട്ടി മരിച്ചു. ഒരു ക്രിസ്ത്യൻ കുടുംബം വന്ന് അത് മേടിച്ചു. ആ പയ്യൻ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അവിടെ ഒരു ഡോക്ടറുടെ വീടായിരുന്നു. ആ ഡോക്ടറുടെ മൃത്യു നമ്മൾ മുമ്പിൽ കാണുന്നതാണ്, മുമ്പിൽ. ഇപ്പോഴും ആ വീട്ടിലോട്ട് നോക്കാൻ ഇരുട്ട് കയറി ഇങ്ങനെ കിടക്കുക. സർപ്പക്കാവ് നശിപ്പിച്ചതിൻ്റെ ദോഷങ്ങൾ കൊണ്ടുള്ള ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്തരം കാര്യങ്ങൾക്കകത്ത് അടച്ച് ഈ ആക്ഷേപിക്കുന്നവരോട് എനിക്ക് സഹതാപം തോന്നുന്നു. ഈശ്വര, ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അതേ പറയാൻ പറ്റൂ. ഈ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും ഇപ്പൊ വീടുകളും ഓരോ ബിൽഡിങ്സും ഒക്കെ വരികയാണ്. അപ്പൊ പണ്ടൊക്കെ ഉണ്ടായിരുന്ന കാവുകളൊക്കെ നശിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ മിക്കവരുടെയും കേൾക്കാറുണ്ട്. അന്ന് ഇതൊരു കാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് മിക്കവരും പറഞ്ഞിങ്ങനെ കേൾക്കാറുണ്ട്. ഇത് ഇപ്പോ നമുക്ക് സാധാരണ ആണെന്നുണ്ടെങ്കിലും ഇതിലൂടെ വരുന്ന കുറെ അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. സ്വാമി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? നമ്മുടെ പൂർവികർ എന്തിനാണ് ഒരു വീടിന്റെ തെക്ക് ഭാഗത്ത് ഒരു കാവ് സ്ഥാപിച്ചത്? കാരണം ഭൂമി എന്ന് പറയുന്നത് നാഗങ്ങളുടേതാണ് ഭൂമി. കമ്പലൻ എന്ന് പറയുന്ന നാഗത്തിന് പരശുരാമൻ പതിച്ചു കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യർ ഈ നാഗങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അത് വെട്ടിപ്പിടിക്കുക ചെയ്ത്. അങ്ങനെ നാഗദുരിതങ്ങൾ ഉണ്ടാവാനായി വീടിൻ്റെ തെക്ക് ഭാഗത്ത് കാവുകളും കുളങ്ങളും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ദേവിക്ഷ സാന്നിധ്യങ്ങളൊക്കെ വംശം നശിച്ചു പോകുന്ന എന്താണ്? വംശങ്ങൾ നശിപ്പോച്ചതിൻ്റെ കാരണം ഇത് ഞാൻ 100% പറയുകയാണ്. നാഗങ്ങളെ തല്ലിക്കൊല്ലുകയും തീരിടുകയും ചെയ്യുന്നവർക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിനും, കുടുംബത്തിന് ദോഷദുരിതങ്ങൾ ഉണ്ടാവും, സന്താനങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാകുന്നു, തൊലി ഇളകി പോകും എന്നുള്ള കാര്യത്തിനൊന്നും ഒരു സംശയവുമില്ല. ഈ അടുത്ത കാലത്തൊരു ഡോക്ടറുടെ സ്കിൻ മുഴുവൻ പൊളിഞ്ഞിളകുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ദൈവവിശ്വാസമില്ല, ഒരു വിശ്വാസവും ഇല്ലാത്ത അടുക്കളയിൽ കയറിയ പാമ്പിനെ വെറുതെ ചട്ടിക്കകത്തിരിക്കുമായിരുന്നു. അതിനെ എടുത്ത് അടിച്ചു കൊന്ന് പച്ച ജീവനോട് തീയിലിട്ടു. നശിച്ചുപോയി കുടുംബം. ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാലും ഞാൻ രേഖാമൂലം ഒരു 100 വീടെങ്കിലും പറഞ്ഞു തരാം. കാരണം മനുഷ്യൻ ജീവിക്കുന്ന സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കാൻ, രോഗദുരിതങ്ങളില്ലാത്ത ജീവിക്കാൻ എന്തിനാണ് മെഡിക്കൽ സയൻസിൻ്റെ ഇണനാഗങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്? ശാസ്ത്രമാണല്ലോ, സയൻസ് ആണല്ലോ. എന്തിനാണ് മെഡിക്കൽ സയൻസിൻ്റെ എംബ്ലം? ബ്രസീലിലാണ് മെഡിക്കൽ സയൻസ് ഉണ്ടാകുന്നതാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു കുളത്തിൽ, അവിടെ ഒരു നദിയുടെ തീരത്തെ വെള്ളം കുടിച്ചാൽ സകല രോഗങ്ങൾക്കും ശമനം ഉണ്ടാകും. നോക്കുമ്പോൾ അത് പരീക്ഷണത്തിൽ തെളിഞ്ഞു അവിടെ എല്ലാം നാഗങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാണ്. അപ്പം നാഗശമന, രോഗശമനത്തിന് നാഗങ്ങളെ പ്രതിരൂപമായിട്ടുണ്ടാക്കിയാണ് എൻ്റെ എംബ്ലം. അല്ലേ ടീച്ചറെ? സ്വാമി പറയുന്നത് ശരി. അതുകൊണ്ട് ഇത് നമ്മൾ ഈ അറിഞ്ഞുകൂടാതെ അല്പജ്ഞാനം വെച്ച് സ്വയം മഹാന്മാരായി സ്വയം വിഡ്ഢികളാകുന്ന ആ ഒരു സംസ്കാരത്തിനെ, ആ ഒരു വിശ്വാസത്തിനെ നശിപ്പിച്ചു കളയണ ഹൈന്ദവർ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ജ്യോതിഷം പണ്ഡിതന്മാർ ഒരുപാടുണ്ട്, ദേവപ്രശ്നം വയ്ക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പിതൃക്കളെ ആവാഹിക്കണം, അവിടെ ഒരു ജ്യോതിഷ പണ്ഡിതനെ പിടിച്ച് അവിടെ ഇരുത്തും. ഇയാൾ പൂജ ഇങ്ങനെ ചെയ്തിട്ട് പറയും, എല്ലാം ശരിയായി, വന്നോ? പോയി. ആര് വന്നോ, ആരെങ്ങോട്ട് പോയി, രാശി വെച്ചൊന്നും പറയാൻ പറ്റും. ഞാൻ ടീച്ചറോട് ഒരു സ്ഥലത്ത് പോയി, അവിടെ ഭയങ്കര ദേവപ്രശ്നം നടക്കുക. അദ്ദേഹത്തിൻ്റെ ടീച്ചറിൻ്റെ ഒരു വലിയ പോറ്റിയുണ്ട്, മോഹൻ പോറ്റി എന്ന് പറഞ്ഞാൽ. അദ്ദേഹം നല്ല ജ്യോതിഷ പണ്ഡിതനാണ്, ടീച്ചറിൻ്റെ ഗുരുവാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഈ കോപ്രായം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ ഇരിക്കാമെന്ന്. ഞാൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു, ഇന്ന പേര്, ഇന്ന രൂപമുള്ള ആൾ, ഇന്ന ആൾ, ഇങ്ങനെ. ആ പോറ്റി അദ്ദേഹം തന്നെ എന്നെക്കാൾ എത്രയോ സീനിയറായിട്ടുള്ള തിരുവല്ല ക്ഷേത്രത്തിലെ മഹാതന്ത്രിയായിരുന്ന അദ്ദേഹം തന്നെ ആ പൂജയ്ക്കെല്ലാം പരിഹാരം ഉണ്ടാക്കി. അങ്ങനെ പറയണം. ഇങ്ങനെ മരിച്ച ആളാണ്, തൂങ്ങി മരിച്ച ആളാണ്, വിഷം കഴിച്ച ആളാണ്, ഇങ്ങനെ മരണപ്പെട്ടതാണ്, ക്യാൻസർ ബാധ വന്ന് മരിച്ച ആളാണ്, അംഗവൈകല്യം വന്ന് മരിച്ച ആളിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞു വേണം വായിക്കാൻ. അതാണ് ജ്യോതിഷ പാണ്ഡിത്യം എന്ന് പറയുന്നത്. ജ്യോതിഷം ശാസ്ത്രമാണ്, പ്രകാശത്തിൻ്റെ. അല്ലാതെ എവിടെയെങ്കിലും റോഡിൽ കൂടെ പോകണം, ഒരാളെ വിളിച്ച് റോഡിൽ കൂടെ ഇത് കിളിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഇതാവും. അതാണ് ഇവിടെ നശിച്ചു പോകുന്നത്, ഇല്ലേ? അതാണ് ഈ മുരാരി തന്ത്രി പോലുള്ളവന്മാരുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? ഞാനന്ന് അവിടെ മുസ്ലിം പരിപാടി കഴിഞ്ഞാൽ പുള്ളി എന്നോട് പരിചയപ്പെടാൻ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഫലം, അർജുൻ്റെ ഫലം എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു. ഞാൻ ജലം എന്ന് മറുപടി എഴുതി. നിങ്ങൾ നോക്കിയാൽ കാണും. കാരണം ജലം മാത്രമേ കാണുന്നുള്ളൂ, ആളുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആ ഫലം പറഞ്ഞതിൽ വലിയ തെറ്റാണ്, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. അത് ഇത്തരം ശാസ്ത്രത്തിൻ്റെ ജ്ഞാനമില്ലാതെ സ്വയം ജ്ഞാനിയായിട്ട് ജ്ഞാനിയാണെന്ന് ധരിക്കുകയും, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇത് ചില വിഷയങ്ങൾ നമ്മളെ ഞാനെന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾക്കകത്ത് നമ്മൾ തന്നെയാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു ധാർമ്മികമായിട്ടുള്ളൊരു മൂല്യമുണ്ടെന്നും ഇതൊക്കെ ഈശ്വരീയമായ കടാക്ഷത്തിൽ ലഭിക്കുന്നതാണെന്നും ഈശ്വര കടാക്ഷം കൊണ്ട് മാത്രമേ ഇത് പറയാൻ പാടുകയുള്ളൂ. നിൻ്റെ കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ആശ്രമം നശിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ഇവിടെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ ആശ്രമം നശിക്കുവാണ്, എൻ്റെ ആശ്രമത്തിൽ ആരോ കയറാൻ പോവാണ്, നമുക്ക് അവിടം വരെ പോയിട്ട് വരാം. പറയല്ലേ? അത്ര ഞാൻ പറയണേ, ഇത് സംഭവിക്കാൻ പോകണം. രാത്രി ഉറങ്ങുന്നില്ല ഞാൻ, എനിക്കെന്തോ സംഭവിക്കാൻ പോവാണ്. അങ്ങനെ എത്ര കാര്യങ്ങൾ.
അവിടെയാണ്. ഇപ്പം ഞാൻ മൃത്യുവിനെ കുറിച്ച് ചിലപ്പോൾ സംസാരിക്കും, ടീച്ചറിന് ഇഷ്ടമല്ല പറയുന്നത്, പക്ഷെ എനിക്കിഷ്ടമാണ്. കാരണം ശാശ്വതമായ സത്യം സംഭവിക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഒരാളുടെ മൃത്യുവാണ്, വേറെ ഒന്നും ഉറപ്പില്ല. ഈ മുരാരി തന്ത്രിയെ പോലുള്ള ആളുകള് ഒരുപാട് പേർക്ക് അപമാനമായിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അത്രയും ഒരു ആളുകൾ ഇരിക്കുന്നൊരു വേദിയിൽ അദ്ദേഹം പോയിരുന്നിട്ടുണ്ട്. അപ്പോ മൊത്തത്തില് എല്ലാരും അങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത ആളുകളിലേക്ക് വരുന്നു. അത് മാത്രമല്ല, ഹൈന്ദവതയില് അടിച്ചാക്ഷേപിക്കാനും ഹൈന്ദവത ചവിട്ടിത്താഴ്ത്താനും അവിടെ ഇരുന്ന നല്ല ശതമാനം ഹൈന്ദവരും ഈ വിശ്വാസത്തിനെ ചവിട്ടിത്താഴ്ത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ തോന്നിയത് ആ മാന്ത്രികനാണ്, ആ സാമ്രാജ്യം എന്ന് പറയും. പുള്ളി പറയുന്ന എല്ലാം അബദ്ധമാണ്. പുള്ളി ആ വേദിയിലിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത, ഒരുപക്ഷെ മാജിക് ആണ് എന്നുള്ള അത് ആ സംഘടനകൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു പിഴവാണ്. ഇത്ര ഉള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത്, വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് അത് അന്ധവിശ്വാസമോ വിശ്വാസമാണെങ്കിലും അത് ഇന്ന കാരണങ്ങൾ കൊണ്ടെന്നുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത് വിട്ടിട്ട് ഇത് വ്യക്തിപരമായ ആൾക്കാരെ തേജോവധം ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതും മാത്രമല്ല, വാവാ സുരേഷ് ഞാൻ പറഞ്ഞില്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. എന്നെ അങ്ങനെ ആർക്കും പെട്ടെന്ന് അത്ഭുതപ്പെടുത്താൻ പറ്റും. എനിക്ക് ആകെ ആദ്യം അത്ഭുതപ്പെടുന്നത് എന്നെ തന്നെയാണ്. ഞാനിതൊക്കെ എങ്ങനെയാണ് പറയുന്നത്, ഈശ്വരൻ എനിക്ക് എങ്ങനെയൊക്കെയാണ് ഇത് പറയാൻ കഴിയുന്നത് എന്ന് സ്വയം അത്ഭുതപ്പെടുകയും എനിക്ക് മറ്റൊരാളായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ വാവാ സുരേഷാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി, പാമ്പ് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നോക്കുമ്പോഴേക്കും അങ്ങനെ കുടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പലരും അതിനെ ക്രിറ്റിസിസം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് മണ്ടത്തരാണോ എന്നുള്ളത്. ഉപ്പും മഞ്ഞളിനും ഈ നാഗവുമായിട്ട് ബന്ധപ്പെട്ടതിന് വലിയ ശക്തിയുണ്ട്. ഉപ്പും മഞ്ഞളും, ഉപ്പിനെ നമ്മൾ നിവേദ്യമായിട്ട് കൊടുക്കും, മഞ്ഞപ്പൊടി നിവേദ്യമായിട്ട് കൊടുക്കും. ഈ പ്രാക്ടിക്കലായിട്ട് ബോധ്യം വന്നിട്ടുള്ള ആളാണ് ബാബാ സുരേഷ്. അത് ശാസ്ത്രത്തിന്റെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാബാ സുരേഷ് പറഞ്ഞാൽ ശരിയാവണമെന്നില്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയമായ അടിത്തറ ചിലപ്പോൾ അതിനകത്ത് കാണൂല, പക്ഷേ ആത്മീയമായ അടിത്തറ മറ്റേതിലുണ്ടെന്നുള്ള 100%. ഉപ്പും മഞ്ഞളും നാഗം അനുകൂലം തന്നെയാണ്. നാഗത്തിന് ഉപ്പും ഞാൻ ആരും ചെയ്യാത്ത വിധത്തിലുള്ള കർമ്മം നാഗങ്ങൾക്ക് അവിടെ ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും കാന്തല്ലൂർ ആശ്രമത്തിൽ വന്നാൽ ഞാനൊരു നാഗപൂജ കാണിച്ചു തരാം. ഞാൻ ടീച്ചറും കൂടാണ് ചെയ്യുന്നത്. 100%. നിങ്ങൾക്കറിയോ, കൈ മുഴുവൻ സ്കിൻ വന്ന് അഴുകുന്ന അവസ്ഥയിൽ വന്നൊരു സ്ത്രീയുടെ ശരീരം നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നമുക്ക് ഇത് രണ്ടാണ് കേട്ടോ. തന്ത്രശാസ്ത്രം പഠിക്കുന്നവരും തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ച് ഒരു ഗുരുവിൽ നിന്ന് അടിച്ചു കിട്ടുന്നതും പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ളതാണ്, എനിക്കൊരു ഗുരുവില്ല. എനിക്ക് ആകെ ചാമുണ്ടേശ്വരി മന്ത്രീഷ് എന്ന സൂര്യകാലിൻ്റെ തിരുമേനിയാണ്. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഗുരുവാണെന്ന് പറയരുത്. ഞാൻ ശരിയെന്നും പറഞ്ഞു തോന്നി. കാരണം ഞാൻ ഈ വേറെ തന്ത്രശാസ്ത്രത്തിൽ എൻ്റെ ഒരു വഴി വെട്ടിത്തുറന്ന് പോകുന്ന ആളാണെന്നുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹം എന്നെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം പറയരുത് എന്ന് പറഞ്ഞു. അത് ഒരു സ്ത്രീയുടെ സ്വാധീനത്താൽ പറഞ്ഞതാണ്. അദ്ദേഹം എനിക്ക് ചാമുണ്ടേശ്വരി മന്ത്രദീക്ഷ മാത്രമേ തന്നിട്ടുള്ളൂ. ആ മന്ത്രദീക്ഷ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് കരിക്കാൻ ചാമുണ്ടേശ്വരി മന്ത്രം ഞാനിപ്പോഴും അത് ചെയ്യുന്നുണ്ട്, ജപിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 60 വയസ്സായപ്പം ഇതൊന്നും ആവശ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അമ്പലങ്ങളിലും പോവില്ല, ജപിക്കാറുമില്ല. രാവിലെ എഴുന്നേറ്റ് ജഡാവസ്ഥയിൽ കുറേ നേരം കിടക്കും, ജഡമാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ജഡാവസ്ഥ പരിശീലിക്കുക അല്ലേ ടീച്ചറെ? അതാണ് സത്യം. ഇപ്പൊ ഒരു അവിശ്വാസിക്ക് പ്രേതാനുഭവങ്ങൾ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല അതിനകത്ത് വിശ്വാസം വന്ന് പിന്നെ അതുമൂലം ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ മുന്നിൽ കാണുക എന്ന് പറയുന്നത് അത് അവിശ്വാസിയായ ഒരാള് വിശ്വാസിയായി തീർന്ന അന്ധമായി പോകും. വിശ്വാസങ്ങള് എനിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അവിശ്വാസിയായിരുന്നില്ലേ? അവിശ്വാസി എന്നല്ല, വിശ്വാസിയായിരുന്നു. അതായത് പ്രൂഫ് വേണം എല്ലാത്തിനും. എല്ലാം നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കുക ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഈ വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഹൈന്ദവതയിൽ തന്നെ, അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അന്ധമായ അനാചാരങ്ങൾ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനോടൊക്കെ എനിക്ക് ഭയങ്കര എതിർപ്പാണ്. പണ്ടുകൊണ്ട് ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂതപ്രേത പിശാചുക്കളെന്നും ഒക്കെ പറയുമ്പോൾ എനിക്കൊരു തരം പുച്ഛമായിരുന്നു. കാരണം നമുക്കറിയാത്തൊരു കാര്യമായിരുന്നു, അതുകൊണ്ട് പുച്ഛമായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം ആദ്യം പറയുമ്പോഴൊക്കെ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ശരിയാണോ? അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രേതാനുഭവങ്ങൾ ഒരു 2 ബുക്കുണ്ട്. ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഇദ്ദേഹത്തോട് വല്ലാണ്ട് തർക്കിച്ചു, ഇതൊക്കെ എങ്ങനെ, ഇതൊക്കെ സത്യമാണോ എന്ന്. അപ്പോൾ അതെല്ലാം തന്നെ ഇദ്ദേഹം അടുത്തറിഞ്ഞ പ്രേതാനുഭവങ്ങളാണ് ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ കൂടെ സഞ്ചരിക്കണമല്ലോ. കൂടെ സഞ്ചരിച്ചപ്പോൾ പല എക്സ്പീരിയൻസ് വന്നു തുടങ്ങി.
അപ്പോൾ എനിക്ക് തോന്നി ഒരു എക്സ്പീരിയൻസ്, ഞാനത് വേറെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത്. അതുകൊണ്ട് തന്നെ അത് രണ്ടാമതും പറയുമ്പോൾ ആവർത്തന വിരസമാകുമെന്ന് എനിക്കറിയില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ പന്തളത്തോ ആറന്മുള പോയിട്ട് വരുമ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് താല്പര്യമുള്ള ഒരു സംഭവം അല്ലല്ലോ. പക്ഷേ ആ വീട്ടിൽ ഞാൻ പറഞ്ഞുതരാം, ആ വീട്ടിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഈ വീട്ടിൽ തടി വീണ് ലോറിയിൽ കയറ് കെട്ടിക്കൊണ്ട് വയ്ക്കുമ്പോൾ തടി കയറ്റിക്കൊണ്ട് വരുമ്പോൾ തടി വീണ് ഒരാൾ മരിച്ചിട്ടുണ്ട്. നിങ്ങളെ വീടിൻ്റെ പുറകിൽ വാഴത്തോട്ടമുണ്ടോ, അവിടെ ഭൂമി സംബന്ധി തർക്കമുണ്ടോ? എനിക്ക് അവിടെ നിന്ന് കാണാം ആ കാവ്. ഞാനും ടീച്ചർമാരോട് ഒരു വാഴ മുഴുവൻ വെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വെട്ടൂത്തിയിട്ട് നിൽക്കുകയാണ് വെട്ടാൻ. ഞാൻ പറഞ്ഞു ഇവരെല്ലാവരും പോയി, ടീച്ചർ ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ എന്നാ ഞാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു അപ്പോഴത്തെ മൈൻഡില് അയാളൊരു സൈക്കിക്, ഞാൻ പറഞ്ഞു എന്നാ വെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരുത്താൻ വെട്ടാന്ന് ഓടാൻ പറ്റുമോ? എന്നാ പിന്നെ എന്തൊരു ശക്തി, വെട്ടിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയിട്ട് എനിക്ക് ഒരു വിശ്വാസം. എന്നാൽ ഞാൻ ഈ സ്വത്തിന് വേണ്ടിയിട്ടുള്ള ആഭ്യന്തര കലഹം നടക്കുന്ന ഒരു വീടാണ് അവർ പരസ്പരം. ഞങ്ങൾ അവിടെ തിരിച്ചു വരുമ്പോൾ സന്ധ്യയായി. എവിടെ ഞാൻ എനിക്കൊരു രാത്രികളിൽ അദൃശ്യ സാമീപ്യ ശക്തികളുടെ സഞ്ചാരം എനിക്ക് രാത്രി അപ്പം എനിക്ക് കാണാൻ പറ്റും റോഡിൽ എപ്പോഴും. ഞാൻ അതുകൊണ്ട് രാത്രി വാഹനങ്ങളിൽ യാത്ര ചെയ്യരുത്. രാത്രികളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അത് അന്ധവിശ്വാസമോ വിശ്വാസമാണെങ്കിലും അത് ഇന്ന കാരണങ്ങൾ കൊണ്ടെന്നുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത് വിട്ടിട്ട് ഇത് വ്യക്തിപരമായ ആൾക്കാരെ തേജോവധം ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതും മാത്രമല്ല വാവാ സുരേഷ് ഞാൻ പറഞ്ഞില്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. എന്നെ അങ്ങനെ ആർക്കും പെട്ടെന്ന് അത്ഭുതപ്പെടുത്താൻ പറ്റും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി, പാമ്പ് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നോക്കുമ്പോഴേക്കും അങ്ങനെ കുടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പലരും അതിനെ ക്രിറ്റിസിസം ചെയ്യുന്ന ആൾക്കാരുണ്ട്.